രമേശേട്ടൻ കൂടുതലൊന്നും പറയണ്ട. എനിക്ക് ഉച്ചയ്ക്ക് ബിരിയാണി പുറത്തുനിന്ന് മേടിച്ചു തരണം. നിനക്ക് തോന്നുമ്പോ ബിരിയാണി മേടിച്ചു തരാൻ എന്റെ കയ്യിൽ എവിടെ കാശ്? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ജോലിക്ക് പോകാത്തോണ്ടല്ലേ പൈസ ഇല്ലാത്തത്. എന്തായാലും എനിക്ക് ഇന്ന് ബിരിയാണി വേണം. രമേശൻ പിശുക്കനാ. അവന്റെ കയ്യിൽ നിന്ന് നല്ലൊരു സംഖ്യ മേടിക്കണം കേട്ടോ. അതിനല്ലേ കൊച്ചുണ്ണി ഈ കാണാരേട്ടൻ. അവന്റെ ഒരു മിനിമം 500 വാങ്ങിക്കണം. അത് മതി. കാണാരേട്ടനും കൊച്ചുണ്ണേട്ടനല്ലേ വരുന്നത്? അവര് പിരിവിനാ വരുന്നത് തോന്നുന്നുണ്ട്. അതിന് കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലല്ലോ. സുമിത്ര ഷോള് എടുത്ത് തന്നേ. നീ അവിടെ അങ്ങനെ വിഷമിച്ചിരുന്നാ മതി. ഒരു പണിയുണ്ട്. രമേശ ഒന്ന് പുറത്തേക്ക് വാ. ഞങ്ങളെ ഉത്സവത്തിന്റെ പിരിവിന് വന്നില്ല. കൊച്ചുണ്ണി ഒരു 500 രൂപ രമേശന്റെ പേരിൽ എഴുതിക്കും. ഇതൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ തൂങ്ങിച്ചാവാൻ പോവായിരുന്നു. എന്താ രമേശ പ്രശ്നം? ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വൈകി. ഒരു 1000 റുപ്യന്റെ ഷോർട്ട് ഉണ്ടായിരുന്നു. ഇന്ന് അവന്മാര് വന്ന് ഫ്യൂസ് വരാൻ പോവാ. ഈ അപമാനം സഹിക്കാൻ ഈ രമേശന് വയ്യ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും വന്നത് നന്നായി. നിങ്ങൾ സാക്ഷി ഉണ്ടല്ലോ ഞാൻ തൂങ്ങിച്ചാവാൻ പോണേന്. കാണാരേട്ടാ, നിങ്ങളടുത്ത് വല്ല കാശും ഉണ്ടോ? 1000 റുപ്യ മതി. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ഇത് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ സാക്ഷിയായിരുന്നു. നിങ്ങൾ വേഗം വിട്ടോ. കൊച്ചുണ്ണി, നമുക്ക് സാക്ഷി പറയാനൊന്നും പറ്റില്ല. നമുക്ക് പോവാം. സുമിത്രേ, എണീറ്റോ, ബിരിയാണി അടിക്കാൻ പോവാ. രമേശേട്ടാ, നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ. തല വെയിൽ കൊള്ളിക്കണ്ടാട്ടോ. ഞാൻ റെഡി ആയിട്ട് ഇപ്പൊ വരാം. പിന്നെ അല്ല, നീ റെഡിയാവ്. ഇപ്പൊ എന്താ കാണാനായിട്ട് ഉണ്ടായത്? 500 പിരിക്കാൻ വന്നിട്ട് 1000 പോയി കിട്ടില്ലേ? നമ്മള് മണ്ടന്മാരായി.